കൂട്ടക്കൊലയുടെ കാരണം തേടി. വെഞ്ഞാറമൂട് കൂട്ടുകൊലപാതക അന്വേഷണത്തിൽ ഇന്ന് നിർണായകമായ ദിവസമാണ്. കൊല നടത്തിയ അഫാനെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്തേക്കും. കൊലയ്ക്ക് കാരണം കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. മെഡിക്കൽ കോളേജിലെ പോലീസിന്റെ സെല്ലിൽ കഴിയുന്ന അഫാനെ അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യും. ഇതിനിടെ അഫാൻ ചികിത്സയോട് സഹകരിക്കുന്നില്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. കൊലപാതകത്തിന് തൊട്ടു മുമ്പുള്ള ഫർസാനയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കാൽനടയായിട്ട് പുത്തൂരിലെ വീട്ടിൽ നിന്ന് മൂക്കുന്നൂർ വരെ ഫർസാന പോയി എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. കൊലപാതകത്തിന് അരമണിക്കൂർ മുമ്പ് ഫർസാന വെഞ്ഞാറമൂട് ദിശയിൽ നടന്നു നീങ്ങുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ട്യൂഷൻ എന്ന് പറഞ്ഞാണ് ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് വഴിയിൽ കാത്തുനിന്ന അഫാൻ ബൈക്കിൽ ഫർസാനയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. കൊലപാതക ദിവസം അഫാൻ മദ്യം കഴിച്ചു എന്നതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഫർസാന തന്റെ വീട്ടിൽ നിന്നിറങ്ങി അഫാന്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. പൂർണ്ണമായും കാൽനടയായിട്ടാണ്. ഏകദേശം ഈ കൊലപാതകത്തിന് മരണത്തിന് തൊട്ട് അരമണിക്കൂർ മുമ്പുള്ള ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത്. വിവിധ CCTV ദൃശ്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇത് സംബന്ധിച്ച തെളിവുകൾ ശേഖരിക്കുന്നത്. ഇങ്ങനെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് എന്താണ് പ്രതിയുടെ നീക്കങ്ങൾ എന്നടക്കമുള്ള കൃത്യമായ വിവരശേഖരണത്തിനാണ് പോലീസ് ശ്രമിക്കുന്നത്. അത് സംബന്ധിച്ച് വ്യക്തമായ ഒരു നീക്കത്തിനാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അഫാനെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നു. എന്ത് നീക്കം എങ്ങനെ എന്നതിൽ വ്യക്തമുണ്ടാവും. അതിനുമപ്പുറം തെളിവ് ശേഖരണത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ മറ്റു നീക്കങ്ങൾ കൂടി പ്രധാനപ്പെട്ടതാണ്. ഡാൻ കുര്യനും VV വിനോദും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഡാന്, അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇന്ന് പ്രധാനപ്പെട്ടതാണ്. അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഈ ദൃശ്യത്തിൽ വ്യക്തമാവുന്നത് ഈ അഫാനയുടെ മൂവ്മെന്റ്സ് ആണ്. നേരത്തെ ഈ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ നാട്ടുകാരൊക്കെ ഈ ട്യൂഷന് വേണ്ടി എന്ന വ്യാജാന ട്യൂഷൻ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഈ ഫർസാന ഇറങ്ങി എന്നതാണ് പറഞ്ഞ കാര്യം. അത് വ്യക്തമാണ് ഈ ദൃശ്യങ്ങളിൽ, അങ്ങനെയല്ലേ? സജിത്ത്, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം 3:15 ഈ അഫാന്റെ ഫോൺ കോൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫർസാന വേഗം തന്നെ ഒരുങ്ങി ട്യൂഷന് പോവുകയാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ പുത്തൂരിലുള്ള വീട്ടിൽ നിന്ന് നടന്ന് മുക്കുന്നൂർ എന്ന സ്ഥലത്തേക്ക് നടന്നു വരികയാണ്. മുക്കുന്നൂരിലെ പ്രധാന ടൗൺ കഴിഞ്ഞ് കുറച്ചു ദൂരം കൂടി നടന്നു തന്നെയാണ് ഫർസാന സഞ്ചരിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന് പ്രാഥമികമായി നടത്തിയ പരിശോധനകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ മുക്കുന്നൂർ എന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കഴിഞ്ഞതിന് ശേഷം എവിടെയോ വെച്ചാണ് അഫാൻ ഫർസാനയെ തന്റെ കാത്തുനിന്ന് അവിടെ നിന്ന് ഫർസാനയെ ബൈക്കിൽ കയറ്റി വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതായത് 3:32 മുക്കുന്നൂർ ടൗണിലൂടെ ഫർസാന നടന്നു നീങ്ങുന്ന പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. അവിടെ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ അപ്പുറത്താണ് ഈ അരും കൊല നടന്ന 3 പേരെ അതിക്രൂരമായി ആക്രമിച്ച പേരുമല എന്ന സ്ഥലം. പേരുമലയിലെ അഫാന്റെ വീട്ടിലേക്ക് ഫർസാനയുമായി ബൈക്കിലെത്തി അവളെ അവിടേക്ക് കയറ്റി വിട്ടതിന് ശേഷമാണ് ഈ അഫാൻ അനിയൻ സ്കൂൾ വിട്ട് വരുന്നത് കാത്ത് പുറത്തു നിൽക്കുന്നു. അങ്ങനെ സ്കൂൾ വിട്ട് വന്ന് ഇറങ്ങിയ അനുജനെ ഉപായത്തിൽ ബാഗുകളൊക്കെ വെച്ചതിന് ശേഷം ഭക്ഷണം വാങ്ങാൻ എന്ന പേരിൽ കുഴിമന്തി വാങ്ങാനായി വെഞ്ഞാറമൂട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അതിനിടയിലുള്ള അരമണിക്കൂറിനിടയിൽ, അതായത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ 3:32 അവിടെ ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഈ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. ആ വീട്ടിൽ എത്തി ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ അതിക്രൂരമായി ഈ വീടിന്റെ പേരുമലയിലെ അഫാന്റെ വീടിന്റെ മുകൾ നിലയിലെ കസേരയിൽ ഇരുത്തി ഫർസാനയെ മുഖം വികൃതമാക്കി അതിദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് പിന്നിലെ സാമ്പത്തിക കാരണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ആത്മഹത്യക്ക് 2 ദിവസം മുമ്പ് അവർ തയ്യാറായിരുന്നു. പക്ഷേ ഈ അഫാന്റെ ഉമ്മ ഷെമി ഭയം മൂലം അതിൽ നിന്ന് പിൻവാങ്ങി വിഷം കഴിക്കാനും അവർ തയ്യാറായില്ല. സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു മനോനിലയിലേക്ക് അവർ കുടുംബമായി എത്തിച്ചേർന്നിരുന്നു എന്ന തരത്തിലുള്ള മൊഴി അന്വേഷണ സംഘത്തിന് ഈ അഫാൻ നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് ഉമ്മയെ തന്നെ ആദ്യമായി
ഷാൾ കരുത്തിൽ കുരുക്കി തല ഭിത്തിയിലേക്ക് ഇടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായത്. അതിനിടയിൽ രക്തം വാർന്ന് അബോധാവസ്ഥയിലായ ഷെവി നിലത്ത് വീഴുകയായിരുന്നു. പക്ഷേ ഫഹാൻ കരുതിയത് ഉമ്മ മരിച്ചെന്നാണ്. അങ്ങനെയാണ് ആ മുറിയിൽ പൂട്ടിയിട്ടതിന് ശേഷം അവർ പുറത്തേക്ക് പോകുന്നതും പിന്നീട് മറ്റ് കൊലപാതകങ്ങൾ നടത്തുന്നതിനു വേണ്ടി ചുറ്റിക വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നതെന്നുമാണ് പോലീസിന്റെ ഘട്ടത്തിൽ. യെസ്, അതാണ് സാഹചര്യം. ഡാൻ തുടരുക. വിനോദുണ്ട്. വിനോദ്, ഇന്ന് പോലീസിന്റെ നീക്കം, അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ്? കാരണം ഈ കൊലപാതകത്തിന്റെ ദുരൂഹത നീക്കേണ്ടത് ചോദ്യം ചെയ്യലിൽ നിന്നാണ്. ഇതുവരെയും അതിന് കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യമുണ്ട്. എന്താണ് ഇന്ന് പോലീസിന്റെ നീക്കം? ചോദ്യം ചെയ്യൽ പ്രതീക്ഷിക്കാമോ? സൈത്ത്, ആകെ ഒരു 72 മണിക്കൂറിന്റെ നിരീക്ഷണമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത ദിവസത്തോടുകൂടിയായിരിക്കും ആ സമയം പൂർത്തിയാകുക. പക്ഷേ ഇതിനിടയിൽ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനോ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനോ പോലീസിന് തടസ്സമില്ല. പക്ഷേ ഈ മനോനില വൈദ്യസംഘത്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കൊലപാതകങ്ങൾ നടത്തിയ ദിവസം ഇയാൾ ബാറിൽ പോയി എന്ന വിവരം പോലും വരുന്നുണ്ട്. അതായത് 4 പേരെ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം ഇതിൽ 3 പേരുടെ മരണം സംഭവിക്കുന്നു. അമ്മയും മരിച്ചുവെന്നാണ് പ്രതി കരുതിയത്. ഈ 4 പേരെ തലയ്ക്കടിച്ച് അതിക്രൂരമായി ആക്രമിച്ച ശേഷം ഇയാൾ വെഞ്ഞാറമൂട്ടിലെ ഒരു ബാറിലേക്ക് പോയി എന്ന വിവരമാണ് ലഭിക്കുന്നത്. അവിടെ മദ്യപിച്ച ശേഷം അവിടെ നിന്ന് മദ്യം വാങ്ങിക്കൊണ്ടുപോവുകയും വീട്ടിൽ കാമുകിയെയും അനുജനെയും വീണ്ടും കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ നിന്നും മദ്യപിച്ചു, അവിടെ പുകവലിച്ചു എന്ന വിവരങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊടും ക്രൂരകൃത്യം ചെയ്യുകയും അതിനിടയിൽ മറ്റ് കാര്യങ്ങൾ കൂടി ചെയ്യുക, അനുജനെ കൊണ്ട് കുഴിമന്തി വാങ്ങാൻ വിടിയിക്കുക, കാമുകിയെ വിളിക്കാൻ വരിക, ഈ കൊണ്ടുപോകുന്ന വസ്ത്രം രക്തമാകുമ്പോൾ അത് കഴുകി പുതിയ വസ്ത്രം ധരിക്കുക, ഇതിനിടകളിലെല്ലാം ഈ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് 3 സ്ഥലങ്ങളിലായാണ് യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് 30 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ 3 ഇടങ്ങളിലായാണ് 5 കൊലപാതകങ്ങൾ നടത്തുന്നത്. ഈ ബൈക്കിൽ ചുറ്റിക്കറങ്ങി ഈ ചുറ്റിക ഉൾപ്പെടെ വാങ്ങി സ്വർണം പണയം വെച്ച സ്ഥാപനത്തിലേക്ക് പോകുന്നു. അങ്ങനെ പല ഇടങ്ങളിൽ ചുറ്റിക്കറങ്ങിയുള്ള ഈ കൊലപാതക പരമ്പര. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ മാനസിക നില കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഡോക്ടർമാരുടെ സംഘം നൽകുന്ന നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം അഫ്സാന്റെ മാതാവിന് ബോധം വന്നിരുന്നു. അവർ ചെറിയ തോതിൽ സംസാരിച്ചു. തലയോട്ടിയിലും താടിയെല്ലിനും പരിക്കുണ്ട്. എങ്കിൽ തന്നെയും കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഈ കട്ടിലിൽ നിന്ന് താൻ താഴെ വീണതാണെന്ന ഒരു മൊഴിയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ കുടുംബത്തിലെ 5 പേർ മരിച്ച വിവരം, അതിദാരുണമായി കൊല്ലപ്പെട്ട വിവരം ഈ ഫർസാന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. അഫ്സാന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു മൊഴി പ്രാഥമികമായി നൽകിയതെന്ന് കരുതുന്നു. ആദ്യം തന്നെ ഇളയ മകനെ കുറിച്ചാണ് അവർ ബോധം വന്നപ്പോൾ ചോദിച്ചത്. പക്ഷേ ആ കുട്ടി കൊല്ലപ്പെട്ട കാര്യമൊന്നും തന്നെ അമ്മയെ അറിയിച്ചിട്ടില്ല. ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് 5 ഡിവൈഎസ്പിമാരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. 2 ഡിവൈഎസ്പിമാരുടെ പരിധികളിലുള്ള കേന്ദ്രങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത്. ആറ്റിങ്ങലും നെടുമങ്ങാട് ഡിവൈഎസ്പിമാരുടെ പരിധികളിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ഈ കുറ്റകൃത്യം നടന്നത്. അവിടങ്ങളിലെ തെളിവെടുപ്പ്, ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക, മൊഴികൾ ശേഖരിക്കുക, സാക്ഷിമൊഴികൾ ശേഖരിക്കുക. ഇതിൽ ഒരു കാര്യം വിലയിരുത്തപ്പെടുന്നത് സജിത്ത്, ഈ പ്രതി ഒരു ഭീരുവാണ് എന്ന നിലയ്ക്കുള്ള വിലയിരുത്തൽ. കാരണം തന്നെക്കാൾ കായികശേഷി കുറഞ്ഞ ആൾക്കാരെയാണ് ആക്രമിച്ചത്. മനോനില തകരാറുള്ള ഒരാളാണെങ്കിൽ ഏറ്റുമുട്ടലിന് പോകുമ്പോൾ എതിർവശത്ത് നിൽക്കുന്ന ആൾ കരുത്തനാണോ ആരോഗ്യമുള്ള ആളാണോ എന്നൊന്നും നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് മാനസിക നിലയ്ക്ക് മറ്റ് തകരാറില്ല എന്ന കാര്യം വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ മദ്യത്തിന്റെ അടിമയായിരുന്നു, ലഹരി ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങൾ, അത് സാമ്പത്തിക ബാധ്യതയുടെ കാര്യം പറഞ്ഞെങ്കിൽ കൂടിയും ഇങ്ങനെ മദ്യം ഉപയോഗിച്ച് അവിടെയും ഒരു പ്രശ്നമുണ്ട്. മദ്യം ഉപയോഗിച്ചെങ്കിൽ കൂടി പൂർണ്ണമായും അങ്ങനെ ലഹരിക്ക് അടിപ്പെട്ടല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അതായത് പൂർണ്ണമായി ബോധം നഷ്ടപ്പെട്ട് നടത്തിയ ആക്രമണങ്ങളല്ല, ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. ലഹരി 1 മാസമായി തുടർച്ചയായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്.